മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നായകന്റെയും എല്ലാ കാര്യങ്ങളും ധൈര്യത്തോടെ നേരിട്ട് വീട്ടിൽ ഭക്ഷണം പാകം ചെയ്ത് ഹോം ഡെലിവറി ചെയ്യുന്ന നായികയുടെയും കഥ പറയുന്ന 2022 സ്റ്റാർ പ്ലസിൽ പുറത്തിറങ്ങിയിട്ടുള്ള ബണ്ണി ചോ ഹോം ഡെലിവറി എന്ന സീരിയലാണ് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ യുവാന് പായസം കൊടുത്തതിന് ശേഷം ബണ്ണി അവളുടെ വീട്ടിലേക്ക് പോയി ഭക്ഷണമെല്ലാം ഉണ്ടാക്കി അത് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോകുന്ന വഴിക്ക് വിരാജിൻ്റെ കാറും അവളുടെ സ്കൂട്ടറും കൂടെ കൂട്ടിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇടിയുടെ ആഘാതത്തിൽ അവൾ ഉണ്ടാക്കിയ ഭക്ഷണമെല്ലാം നിലത്ത് പോകുമ്പോൾ അവൾക്ക് നന്നായിട്ട് ദേഷ്യം വന്നിട്ട് അവനോട് കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പറയാണ്. പക്ഷേ അവനത് കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല. ഞാൻ ഇറങ്ങില്ല, നിനക്ക് വേണമെങ്കിൽ ഈ പൈസ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് 2000 രൂപ അവൾക്ക് എടുത്ത് കൊടുക്കുമ്പോൾ അവൾ അത് മേടിച്ചിട്ട് താങ്ക് യു സാർ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കാറിൻ്റെ ടയറിൻ്റെ കാറ്റഴിച്ചു വിടുകയാണ്. അപ്പോൾ ഇത് കണ്ട് ദേഷ്യത്തിൽ അവൻ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവളുമായി തർക്കിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബണ്ണി അവൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിക്കുന്നുണ്ട്. ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് പാവങ്ങളുടെ വയറ് നിറയ്ക്കാനാണ്, നിൻ്റെ ഈ പൈസ കൊണ്ട് അവരുടെ വയറ് നിറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ പൈസ അവന് തന്നെ തിരിച്ചു കൊടുക്കുകയാണ് അവൾ. അങ്ങനെ ബണ്ണി അവിടെ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഭക്ഷണമെല്ലാം ഉണ്ടാക്കി ശേഖർ ഹൗസിലേക്ക് അത് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അത്ര വലിയ വീട് കണ്ടിട്ട് അവൾ അത്ഭുതത്തോടെ അതെല്ലാം നോക്കി നടക്കുന്ന സമയത്ത് അങ്ങോട്ട് പലക്ക് വന്നിട്ട് നിങ്ങൾ ആരാണ്, എന്തിനാ ഇവിടേക്ക് വന്നതെന്നൊക്കെ അവളോട് ചോദിക്കുമ്പോൾ ഞാൻ ദേവരാജ് അങ്കിള് ഫുഡ് ഇവിടെ തരാൻ വേണ്ടി പറഞ്ഞു വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആ കിറ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും പരിചയപ്പെടുന്നുണ്ട്. പിന്നീട് ബണ്ണി ഫുഡ് പലക്കിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് യുവാനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ അവൻ മനോഹരമായിട്ട് വയലിൻ വായിക്കുന്നതാവും അവൾ കാണുക. അപ്പോൾ ഈ സമയം അവിടേക്ക് ജോലിക്കാർ വന്നിട്ട് അവനോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയുമ്പോൾ യുവാൻ ഞാൻ വയലിൻ വായിക്കുന്നത് കണ്ടില്ലേ, എനിക്ക് ഫുഡൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അതെല്ലാം തട്ടിയേറിയാണ്. ഇത് കണ്ടിട്ട് ബണ്ണി ദേഷ്യത്തിൽ അവിടെ ഇരിക്കുന്ന ഒരു ചെരുപ്പ് എടുത്തിട്ട് ഞാനുണ്ടാക്കിയ ഭക്ഷണം നീ തട്ടിയെറിഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ യുവാൻ ഓടി വന്നിട്ട് എൻ്റെ അമ്മയുടെ ചെരുപ്പാണ് ഇത് എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ നിന്ന് അത് തട്ടിപ്പറിച്ച് മേടിക്കുന്നുണ്ട്. എന്നിട്ട് അവനത് അമ്മയുടെ മാലയിട്ട ഫോട്ടോയിന് കീഴെ വെക്കുകയാണ്. ഇത് കണ്ട് ബണ്ണി ഇത് നിൻ്റെ അമ്മയാണോ എന്ന് ചോദിക്കുമ്പോൾ യുവാൻ അതെ, എൻ്റെ അമ്മ ആകാശത്തിലെ നക്ഷത്രങ്ങൾക്കിടയിലാണ്, നക്ഷത്രമായിട്ടാണ് എൻ്റെ അമ്മ നിൽക്കുന്നത് എന്ന് സങ്കടത്തോടു കൂടെ പറയുകയാണ്. അപ്പോൾ ബണ്ണി എൻ്റെ അമ്മയും അവിടെ തന്നെയാണെന്ന് പറയുമ്പോൾ യുവാൻ അത്ഭുതത്തോടെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അപ്പോൾ അവർ രണ്ടുപേരും നക്ഷത്രങ്ങളായിട്ട് അടുത്താവോ ഉണ്ടാവുക എന്ന് പറയാണ്. അപ്പോൾ ബണ്ണി അവർ ചിലപ്പോൾ ഒപ്പം തന്നെയാവും ഉണ്ടാവുക, ഇപ്പം നമ്മൾ രണ്ടുപേരും കണ്ടുമുട്ടിയില്ല, അപ്പോൾ അതുപോലെ അവരും കണ്ടുമുട്ടിയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ അവൻ സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ബണ്ണി ഞാനെന്നാ ഭക്ഷണം എടുത്തിട്ട് വരാം, ഇനി കുറച്ച് ബാക്കി കൂടെ അതിലുണ്ടാവും, നിന്നെ ഭക്ഷണം കഴിപ്പിക്കാനാണ് ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞിട്ട് അത് എടുക്കാൻ വേണ്ടി പോകാൻ നിൽക്കുമ്പോൾ എനിക്ക് ഫുഡൊന്നും വേണ്ട, ഞാനത് കഴിക്കില്ല എന്ന് യുവാൻ വാശിയോടെ പറയുകയാണ്. പെട്ടെന്ന് ബണ്ണി അവിടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ശ്രദ്ധിക്കുകയാണ്. അത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ യുവാൻ അവൻ്റെ അമ്മ ഭക്ഷണം വാരിക്കൊടുക്കുന്ന ഫോട്ടോ ആവും. അപ്പോൾ അങ്ങനെ ബണ്ണി ആ ഫോട്ടോയിലുള്ളതുപോലെ തന്നെ ഇരിക്കാൻ വേണ്ടി അവിടെ തയ്യാറാക്കുന്നുണ്ട്. ഇത് കണ്ട് മുത്തശ്ശനും പലക്കും അങ്ങോട്ട് വന്നിട്ട് അത് സന്തോഷത്തോടു കൂടെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ യുവാനാണേലെ അവൻ്റെ അമ്മ ചെറുപ്പത്തിൽ അവന് ഭക്ഷണം വാരിക്കൊടുക്കുന്ന ആ ഒരു ഓർമ്മയൊക്കെ വന്നിട്ട് ബണ്ണി വിളിച്ചപ്പോൾ തന്നെ ഒരു എതിർപ്പും കൂടാതെ അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ബണ്ണി അവന് സ്നേഹത്തോടെ ഭക്ഷണം വാരിക്കൊടുക്കുമ്പോൾ അവൻ അതെല്ലാം കണ്ണെല്ലാം നിറച്ചിട്ട് വാങ്ങി കഴിക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് നിൻ്റെ ഭക്ഷണമൊക്കെ നല്ല രുചിയുണ്ട്, പക്ഷെ നിൻ്റെ മൂക്ക് ശരിക്ക് എലിക്കുട്ടിയുടെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. ബണ്ണി നിന്റെ ചെവി കാണാൻ ശരിക്ക് കുരങ്ങന്മാരെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവനെയും കളിയാക്കുന്നുണ്ട്. അങ്ങനെ ബണ്ണി അവനോട് നിന്റെ മ്യൂസിക് വളരെ നന്നായിരുന്നു എന്ന് പറയുമ്പോൾ യുവാൻ സന്തോഷത്തോടെ എൻ്റെ അമ്മയും പറയാറുണ്ടായിരുന്നു എൻ്റെ മ്യൂസിക് വളരെ നല്ലതായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. അതിനുശേഷം പാർട്ടിക്കിടയിൽ യുവാൻ കാരണം ഉണ്ടായ സംഭവങ്ങളെല്ലാം വൈറലായിട്ട് അതിന് മാലിനി അവിടെയുള്ളവരെയെല്ലാം വഴക്ക് പറയുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ദേവരാജ് അങ്ങോട്ട് വന്നിട്ട് മാലിനിയോട് ഇന്നലെ ആ പാർട്ടി നടത്തിയ കാരണം മഹാശിവരാത്രിയുടെ പൂജ ഇവിടെ നടന്നില്ല, അതുകൊണ്ട് പൂജാരിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇന്ന് ഇവിടെ പൂജ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ വീട്ടിലെ വലിയ മരുമകൾ തന്നെ പൂജയ്ക്കുള്ള പ്രസാദമെല്ലാം ഉണ്ടാക്കണം എന്നാൾ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടതും ദേഷ്യത്തോടെ എന്നെ കൊണ്ടൊന്നും അതിന് പറ്റില്ല, ഞാൻ ഈ വീട്ടിലെ വലിയ മരുമകൾ തന്നെയാണ്, അടുക്കളയിൽ കയറി ഭക്ഷണം വെക്കുന്ന മരുമകളല്ല, പകരം ബിസിനസ്സിൽ വലിയ ഡീൽസ് എല്ലാം ഏറ്റെടുത്തിട്ട് ഇവിടുത്തെ കമ്പനിയെ ഈ നിലയിൽ എത്തിച്ച മരുമകളാണ് ഞാൻ, നിങ്ങൾക്ക് എന്നെയോർത്ത് അഭിമാനമാണ് തോന്നേണ്ടത്, പ്രസാദമൊക്കെ ഇവിടുത്തെ ജോലിക്കാർക്കും ഉണ്ടാക്കാമല്ലോ എന്ന് മാലിനി പറയാണ്.
അങ്ങനെ ദേവരാജ് സങ്കടത്തോടെ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, പ്രസാദം ഈ കുടുംബത്തിലെ ഒരാൾ തന്നെയാണ് വെക്കേണ്ടത് എന്ന് പറയുമ്പോൾ വേറെ ആരും അതിന് തയ്യാറാകുന്നില്ല. അങ്ങനെ മുത്തശ്ശൻ അവരോട് ഇവിടെ പൂജ നടക്കും, പ്രസാദവും ഉണ്ടാക്കും. ഇത്ര വർഷമായി പൂജയ്ക്കൊന്നും യുവാന് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് അവൻ്റെ അമ്മ ഉണ്ടായിരുന്നപ്പോൾ പൂജയ്ക്ക് ഇരുത്തിയിരുന്നത് പോലെ തന്നെ അവനും ഈ പൂജയ്ക്ക് പങ്കെടുക്കുമെന്ന് ഉറപ്പോടെ പറയുകയാണ്. ഇത് കേട്ടതും മാലിനി ഇന്നലെ യുവാനുണ്ടാക്കിയ അപമാനത്തിന് ഞാൻ അവന് ശിക്ഷ കൊടുത്തിരിക്കുകയാണ്. ഒരാഴ്ച അവൻ അവൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങില്ല, മാത്രമല്ല ഒരു പൂജയ്ക്കും അവന് പങ്കെടുക്കില്ല എന്ന് ദേഷ്യത്തോടു കൂടെ പറയാണ്. അപ്പോൾ ദേവരാജ്, നീ ശിവരാത്രിയുടെ പൂജ നടക്കേണ്ട സ്ഥലത്ത് പാർട്ടി നടത്തിയവളല്ലേ, എന്തൊക്കെ ഉണ്ടായാലും യുവാൻ പൂജയ്ക്ക് പങ്കെടുക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നിൽക്കുന്ന എല്ലാവരോടും മാലിനി യുവാൻ പൂജയ്ക്ക് പങ്കെടുക്കാൻ പാടില്ല, നിങ്ങൾ വേണം അത് നോക്കാനെന്ന് പറഞ്ഞിട്ട് ദേവരാജിനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം ബന്നി മറഞ്ഞു നിന്ന് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവൾ അവിടേക്ക് വന്നിട്ട് പ്രസാദം ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് ദേവരാജിനോട് പറഞ്ഞിട്ട് വീടിന് പുറത്ത് അതിന് വേണ്ട തയ്യാറെടുപ്പുകളെല്ലാം നടത്തുന്നുണ്ട്. അപ്പോൾ അവളെല്ലാം വേഗത്തിൽ ഉണ്ടാക്കുന്നത് ദേവരാജ് അത്ഭുതത്തോടുകൂടെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം യുവാൻ റൂമിൽ ഇരുന്നിട്ട് വയലിൻ വായിക്കുന്നത് അവൾ കേൾക്കുമ്പോൾ ദേവരാജിനോട് നിങ്ങളുടെ പേരക്കുട്ടിക്ക് മാനസികമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടും അവൻ മ്യൂസിക് നന്നായിട്ട് വായിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് അവന് ചെറുപ്പം മുതൽക്കേ മ്യൂസിക് വളരെ ഇഷ്ടമാണ്, ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, അവന് ഈ അവസ്ഥ വന്നില്ലായിരുന്നെങ്കിൽ വലിയ നിലയിൽ എത്തേണ്ടവനായിരുന്നു എന്ന് സങ്കടത്തോടുകൂടെ ആള് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.